ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത് കെട്ടിട നികുതിയിൽ GST ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓർഡർ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നത് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്തോഷ് ജി, ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ചാല GS മണി, ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് നാരായണൻ തമ്പി. എൻ്റെ പേര് V. ശ്രീകുമാറാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. ഹാർദവമായി ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തോളൂ. ഏവർക്കും സോദര നമസ്കാരം. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഈ നവംബർ മാസം 30-ാം തീയതി സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ കളക്ടറേറ്റുകളുടെ മുന്നിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒരു ധർണ സംഘടിപ്പിക്കുകയാണ്. ഈ ധർണയിൽ പ്രധാനമായിട്ട് BVVS മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് GST കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വാടകയ്ക്ക് 18% GST ചുമത്തിക്കൊണ്ടുള്ള തീരുമാനം. അതിൻ്റെ സാങ്കേതികത്വം പറയുന്നത് പോലെ ഈ GST കൊടുക്കുന്നത് വ്യാപാര ഉടമയ്ക്ക് ഇൻപുട്ട് എടുക്കാമെന്നാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യാപാരം നടത്തുന്ന ആൾക്ക് ഇത് ഇൻപുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കെട്ടിട ഉടമസ്ഥന് GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. കെട്ടിട ഉടമസ്ഥന് GST രജിസ്ട്രേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വ്യാപാരിക്ക് ഇൻപുട്ട് എടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഈ നിയമത്തിലില്ല. ഒപ്പം തന്നെ ഇനി കെട്ടിട ഉടമസ്ഥന് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ തന്നെ വ്യാപാരം നടത്തുന്നയാൾ കോമ്പൗണ്ടിങ്ങിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും അയാൾക്ക് ഇൻപുട്ട് എടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഫലത്തിൽ വരുമ്പോൾ ഈ GST ഈ 18% വരുന്നത് വ്യാപാരം നടത്തുന്നയാൾ അയാൾക്കൊരു എക്സ്ട്രാ ബാധ്യതയായിട്ട്, ഒരു അധിക ബാധ്യതയായിട്ട് വരുന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം. ഇത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വ്യാപാര മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ഇതൊരു അധിക ബാധ്യതയായിട്ട് വരികയും സ്വാഭാവികമായിട്ടും ഇത് സമൂഹത്തിലെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വില വർധനവിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് GST കൗൺസിലിനോട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആവശ്യപ്പെടുന്നത് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ വാടകയ്ക്ക് 18% GST ചുമത്തുക എന്നുള്ള ഈ തീരുമാനം ഇത് പിൻവലിക്കണം എന്ന് തന്നെയാണ്. കാരണം ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നു തുടങ്ങിയത്. ഇതിനെ ഇങ്ങനെ വാടകയ്ക്ക് GST ചെലുത്തുവാനായിട്ടുള്ള തീരുമാനം GST കൗൺസിൽ എടുക്കുവാനായിട്ട് അവർ പറയുന്ന ന്യായം, ഇപ്പം കോർപ്പറേറ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരിൽ, അതേപോലെ ബോംബെ പോലെയുള്ള, ഡൽഹി പോലെയുള്ള വലിയ വലിയ പട്ടണങ്ങളിൽ ഈ റൂം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നവർ അവർ വലിയ രീതിയിലുള്ള വാടക കളക്ട് ചെയ്യുന്നു, അതിന് GST കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോഗ സംസ്ഥാനം എന്ന തലത്തിൽ ഇവിടുത്തെ ബിസിനസ് എല്ലാം MSME സെക്ടറിൽ നിൽക്കുന്നതാണ്, മൈക്രോ സ്മോൾ മീഡിയം സെക്ഷനിൽ നിൽക്കുന്നതാണ്. ഇവിടെ ഒരു തരത്തിലുള്ള ആപ്ലിക്കബിൾ അല്ല ഇത്. അതുകൊണ്ട് ഇത് കേരളത്തെയാണ് ഏറ്റവും രൂക്ഷമായിട്ട് ബാധിക്കാൻ വേണ്ടി പോകുന്നത് ഇത്. അതുകൊണ്ട് BVVS കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്, ഇപ്പം GSTയുടെ ഘടനയെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് 33 അംഗങ്ങളാണ് GSTയുടെ കൗൺസിലുള്ളത്, ഗവേണിംഗ് കൗൺസിലുള്ളത്. ഈ 33 അംഗങ്ങളിൽ 2 പേരാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉള്ളത്. ബാക്കി 3 പേര് സംസ്ഥാന നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയാണ്. ബാക്കി 28 പേര് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ്. അതിൽ ചെയർപേഴ്സൺ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ
വൈസ് ചെയർപേഴ്സണായിട്ട് വരുന്നത് സംസ്ഥാനങ്ങളുടെ പ്രതിനിധിയാണ്. അപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ BBVS സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ വിഷയം കേരളത്തെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് GST കൗൺസിലിൽ ഗൗരവമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കണം. GST കൗൺസിലിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി പിന്തുണ എടുത്തുകൊണ്ട് അവരെ കൂടി സംസാരിച്ചുകൊണ്ട് കേരള സർക്കാർ ഗൗരവമായിട്ട് GST കൗൺസിലിൽ ഉന്നയിക്കണം എന്നുള്ളതാണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഇപ്പം ആദ്യം സൂചിപ്പിച്ചതുപോലെ 33 അംഗ ഭരണസമിതിയുടെ കൂടെ GST കൗൺസിലിൽ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഒരാൾ വരുന്നത് സെൻട്രൽ എക്സൈസിൻ്റെയും സെൻട്രൽ കസ്റ്റംസിൻ്റെയും പ്രതിനിധിയായിട്ടുള്ള അതിൻ്റെ ചെയർപേഴ്സണാണ്. അവിടെ ഒരു സ്ഥലത്തും വ്യാപാര മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും ഈ GST കൗൺസിലിൽ ഇല്ല എന്നുള്ളത് 150 കോടി ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് അവരുടെ കാര്യം പറയുവാൻ വേണ്ടിയിട്ട് ഈ GST കൗൺസിലിൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് GST കൗൺസിലിൽ വലിയ ന്യൂനതയാണ്. അതുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആവശ്യപ്പെടുന്നു ഈ ഗവേണിംഗ് ബോഡിക്ക് പുറമെ ഒരു നയരൂപീകരണ സമിതി കൂടി GST കൗൺസിൽ അടിയന്തരമായിട്ട് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മൾ ടാക്സ് റേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഭക്ഷണമായിട്ടുള്ള ഉഴുന്നോട പോലെ, പരിപ്പുവട പോലെ, സുഖിയൻ പോലെ, പഴംപോളി പോലെയുള്ള ചെറിയ ഐറ്റംസിൽ പോലും 18% GST ആണ് ഇന്ന് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ GST സമ്പ്രദായം വലിയ രീതിയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വിലവർദ്ധനവ് കാരണമാകുന്നുണ്ട്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ GST കൗൺസിലിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് GST കൗൺസിലിൽ വ്യാപാരികളുടെ പ്രതിനിധികളില്ല. അതുകൊണ്ട് ആദ്യം സൂചിപ്പിച്ചതുപോലെ വ്യാപാരികളുടെ ശബ്ദവും GST കൗൺസിൽ ഉയരേണ്ടതായിട്ടുണ്ട്. കാരണം സിംഹഭാഗത്തോളം വരുന്ന റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ വ്യാപാര മേഖലയിലാണ്. അത് ഉദ്യോഗസ്ഥന്മാർ മാത്രം നയ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമല്ലാതെ അവിടെ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ കൂടി വരേണ്ടതായിട്ടുണ്ട്, പൊതുജനങ്ങളുടെ പ്രതിനിധികളും വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ GST കൗൺസിലിന്റെ ഗവേണിംഗ് ബോഡിക്ക് പുറമെ ഒരു നയരൂപീകരണ സമിതി കൂടി GST കൗൺസിൽ രൂപീകരിക്കണമെന്ന് നമ്മൾ GST കൗൺസിലിനോട് ആവശ്യപ്പെടുകയാണ്. ഇത് ഒരു ഏതെങ്കിലും സർക്കാരുകൾക്കെതിരായിട്ടുള്ള സമരത്തിന്റെ പരിപാടിയായിട്ടല്ല പറയുന്നത്. ഇത് GST എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് 2017 GST ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ മുതൽ ഭാരതത്തിന്റെ റവന്യൂ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി $5 ട്രില്യൺ എന്നുള്ള എക്കോണമിയൊക്കെ ലക്ഷ്യം വെച്ച് ഭാരതം മുന്നോട്ട് പോകുമ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്നതും ഈ റവന്യൂ എല്ലാം കളക്ട് ചെയ്യപ്പെടുന്നതും ഈ വ്യാപാര മേഖലയിൽ നിന്നാണ്. അതുകൊണ്ട് GST രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള സംവിധാനമാണ്. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ഈ 7 വർഷം കഴിയുന്ന സമയത്ത് ഇതിനകത്ത് വന്നിട്ടുള്ള പോരായ്മകൾ സ്വാഭാവികമായിട്ടും വ്യാപാര സംഘടനകൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള പോരായ്മകൾ GST കൗൺസിൽ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ചുള്ള നിലപാടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമരത്തിന്റെ മാർഗമല്ല BBVS മുന്നോട്ട് വയ്ക്കുന്നത്. സഹവർത്തിത്വത്തിന്റെയും സമവായത്തിന്റെയുമായിട്ടുള്ള രീതിയിലൂടെ ഈ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് GSTയെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള നിലപാടുകൾ GST കൗൺസിൽ എടുക്കണം എന്നുള്ളതാണ് BBVS ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വാടകയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനായിട്ടുള്ളത്, വ്യാപാരത്തിനാണ് GST എന്നുള്ള സംവിധാനം ഇതിന്റെ തുടക്കത്തിൽ 2017 ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് തന്നെ പറയുന്നത്. പക്ഷെ വാടക എന്നുള്ളത് വ്യാപാരമല്ല. വാടക ഒരിക്കലും ഒരു കച്ചവടത്തിന്റെ ക്രയവിക്രയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അതൊരു ടാക്സിന്റെ ഭാഗം പോലെ തന്നെയാണ് വാടകയും വരുന്നത്. നമ്മളൊരു മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ ടാക്സ് അടയ്ക്കുന്നവരാണ് ഒരു കെട്ടിട ഉടമസ്ഥന് കൊടുക്കുന്നത്. അതൊരു കച്ചവടം അല്ലാതെ. അപ്പൊ കച്ചവടമല്ലാത്തതിന് എങ്ങനെയാണ് GST പിരിക്കാനായിട്ട് സാധിക്കുന്നത്? ഇങ്ങനത്തെ നയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി GST കൗൺസിലിന്റെ ചിന്തയ്ക്ക് വരികയും ഈ വ്യാപാര വ്യവസായ മേഖലയെ ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ ഈ തരത്തിൽ ഒരു വ്യാപാര വ്യവസായ മേഖലയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് BBVS ഈ ധർണയിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഭാരതത്തിൽ ഭക്ഷ്യക്ഷാമം നിലനിന്നിരുന്ന സമയത്ത് ഭാരതത്തിൽ ഈ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പലിശയിൽ ഇളവ് കൊടുത്തുകൊണ്ട് 4%, 5% ബാങ്ക് പലിശ നിജപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള കാർഷിക വായ്പകൾ ഈ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഭാരതത്തിൽ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ സാധിക്കുകയും ഇന്ന് ഭക്ഷ്യസാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സർപ്ലസ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറുകയുണ്ടായി. ഇനി ഏറ്റവും വലിയ രീതിയിലുള്ള വികസനം വരേണ്ടത് ഈ വ്യാവസായിക മേഖലയിലാണ്.
ഇപ്പൊ BBVS ഈ ബാങ്കിങ് സെക്ടറിനോട്, കേന്ദ്ര സർക്കാരിനോട്, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളോട് എല്ലാം ആവശ്യപ്പെടുന്നത് ഈ കാർഷിക മേഖലയ്ക്ക് കൊടുത്തതുപോലെ തന്നെ ഈ വ്യാവസായിക മേഖലയ്ക്കും 5% കുറഞ്ഞ രീതിയിലുള്ള പലിശയിൽ ബാങ്ക് ലോൺ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. കാരണം ഏറ്റവും അധികം തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നത് MSME സെക്ടറിലൂടെയാണ്, മൈക്രോ സ്മോൾ മീഡിയം സെക്ടറിലൂടെയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള തൊഴിലവസരം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർ സംരംഭത്വത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടും ലാഭകരമായിട്ട് ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാൻ വേണ്ടി, സ്റ്റാർട്ടപ്പുകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടും ഈ ബാങ്കിന്റെ കാര്യത്തിൽ നിന്നും ഈ തരത്തിലുള്ള ഈ പലിശയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നും BBVS ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ വ്യാപാരി വ്യവസായി ക്ഷേമനിധി, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു 25 വയസ്സിലോ 30 വയസ്സിലോ വ്യാപാരം തുടങ്ങുന്ന ഒരാള് ഒരു 60 വയസ്സാകി കഴിയുമ്പോൾ അയാളുടെ വ്യാപാരത്തിൽ നിന്ന് അയാൾ വിരമിക്കുന്ന ഒരു സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ എത്രയോ അധികം രൂപയാണ് അയാളിലൂടെ ഗവൺമെന്റിലേക്ക് ഈ നികുതിയായിട്ട് അയാൾ പിരിച്ചു കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റിന് നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനവുമില്ല. ഈ നികുതി എല്ലാം ജനങ്ങളുടെ അടുത്ത് നിന്ന് പിരിച്ചെടുക്കുന്നത് വ്യാപാരി വ്യവസായികളാണ്. അവർ കൃത്യമായിട്ട് സ്വന്തമായിട്ട് ഒരു ടാക്സ് കൺസൾട്ടന്റിനെ വെച്ചുകൊണ്ട് ഇത് റെഡിയാക്കി ഓഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് കണക്ക് സഹിതം ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ 10-30 വർഷക്കാലം ബിസിനസ് ചെയ്യുന്ന ഒരാള് അയാളുടെ അധ്വാനത്തിന്റെ ഭാഗമായി തന്നെ അയാൾ ഗവൺമെന്റിലേക്ക് ഇത്രയധികം നികുതി അടയ്ക്കുമ്പോൾ ഈ 60 വയസ്സ് ഒരു പെൻഷൻ പ്രായമായിട്ട് കണക്ക് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 60 വയസ്സിൽ അയാൾ വിരമിക്കുന്ന സമയത്ത് അയാൾക്ക് ഭാവിയിലേക്ക് ഒരു പെൻഷൻ പദ്ധതി, അതും വ്യാപാരി വ്യവസായ സമൂഹം ആവശ്യപ്പെടുന്നത്, BBVS ആവശ്യപ്പെടുന്നത് ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാത്രമാണ്. ഇപ്പൊ തൊഴിലാളി മേഖലയിൽ കൊടുക്കുന്ന പോലെ പൂർണ്ണമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. വ്യാപാര മേഖലയ്ക്ക് ഒരു പങ്കാളിത്ത പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുവാനായിട്ട്, കാരണം ആദ്യം സൂചിപ്പിച്ചതുപോലെ റവന്യൂ വരുമാനത്തിന്റെ സിംഹഭാഗവും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന MSME സെക്ടറിൽ, ഇപ്പൊ കോർപ്പറേറ്റ് മേഖലയോ അല്ലെങ്കിൽ വൻകിട മേഖലയോ വിട്ടാരെ ഈ MSME സെക്ടറിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ ചെറുകിട കച്ചവടക്കാർക്ക് അവരുടെ ഒരു 60 വയസ്സായി കഴിയുമ്പോൾ അവരടച്ച നികുതി വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം അവർക്ക് പങ്കാളിത്ത പെൻഷനിലൂടെ ഒരു കൃത്യമായിട്ട് എല്ലാ മാസവും അവർക്ക് അവരുടെ വാർദ്ധക്യകാല ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ന്യായമായിട്ടുള്ള ആവശ്യം കൂടി ഈ വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് BBVS ഈ ഗവൺമെന്റിന്റെ മുന്നിൽ വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ESIയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 10 പേർക്ക് മുകളിൽ ജോലി ചെയ്യുന്ന തൊഴിൽ സ്ഥാപനങ്ങളെല്ലാം ESIയിൽ രജിസ്റ്റർ ചെയ്ത് ESIക്ക് കൃത്യമായിട്ടുള്ള വിഹിതം അടച്ചു പോകേണ്ടതാണ്. ഇവിടെ തൊഴിലുടമ അടയ്ക്കുന്ന ഈ പണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ആനുകൂല്യം കിട്ടുന്നത് ഈ തൊഴിലാളികൾക്കാണ്. BBVS ആവശ്യപ്പെടുന്നു ചെറുകിട വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന MSME സെക്ടറിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുകിട വ്യാപാരി വ്യവസായികൾക്കും കൂടി ഈ ESI പരിധിയിലേക്ക് അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം. കാരണം വലിയ തരത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റുകൾക്കൊന്നും ബാധകമല്ല. ഇവിടെ സാധാരണ തൊഴിലിടം കൊണ്ടു നടക്കുന്ന ഒരു ഹോട്ടൽ പോലെ, ഒരു ചെറിയ ചെറിയ ബേക്കറികൾ പോലെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവരുടെ വിഹിതത്തിൽ നിന്ന്, അവരുടെ ലാഭത്തിൽ നിന്ന് ഒരു പണമടച്ചാണ് അവർ ഈ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ തൊഴിലാളികൾക്ക് ESI ഉറപ്പാക്കുന്നത്. അവർക്കും കൂടി, ഈ പണമടയ്ക്കുന്നവർക്കും കൂടി ഈ ESIയുടെ പരിധിയിലേക്ക് അടച്ച് അവർക്കും അവരുടെ കുടുംബത്തിനും കൂടി ഈ ചികിത്സാ ആനുകൂല്യം കിട്ടുന്ന തരത്തിൽ ESIനെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ഇതിന് മുന്നിൽ വയ്ക്കുകയാണ്, ഈ ഗവൺമെന്റിന് മുന്നിൽ വയ്ക്കുകയാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ മറ്റു വ്യാപാര സംഘടനകൾ ഗൗരവമായിട്ട് കാണാതെ ഏതൊരു വിഷയം വരുന്ന സമയത്തും അതിന് ഉപരിപ്ലവമായിട്ട് ഒരു സമരം ചെയ്ത് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം നിന്ന് പോകുമ്പോൾ ഭാരതത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി, വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റുവാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിനും ഈ GSTയിലൂടെ ആനുകൂല്യങ്ങൾ കിട്ടിയത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കും ഈ തരത്തിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ചെറുകിടക്കാരായിട്ടുള്ള ഈ കച്ചവടക്കാർക്ക് അവരുടെ ഈ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ കൂടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആവശ്യപ്പെടുകയാണ്. ഈ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ നവംബർ 30-ാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഈ തരത്തിലുള്ള ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ശനിയാഴ്ച നവംബർ മാസം 30-ാം തീയതി രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശ്രീ N. അജിത് കർത്ത ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കളക്ടറേറ്റുകൾക്ക് മുന്നിൽ അതാത് ജില്ലാ തലങ്ങളിലുള്ള അതിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്.
അതിനുശേഷം കേരളത്തിലെ ഭീമ ഹർജി കേരളത്തിലെ വ്യാപാരി വ്യവസായികളെ നേരിട്ട് കണ്ടുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം മുന്നോട്ട് വയ്ക്കുന്ന ഈ ആവശ്യങ്ങൾക്ക് പിന്തുണ ചോദിച്ചുകൊണ്ട് ഒരു ഭീമ ഹർജി ഒരു ഒപ്പിട്ട് സമാഹരിച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിലും സംസ്ഥാന സർക്കാരുകൾക്കും GST കൗൺസിലിനും ഒപ്പം രാഷ്ട്രപതിക്കും ഗവർണർക്കും എല്ലാം കൊടുക്കുവാനായിട്ട് BVVS തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഈ തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് GST ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഒക്കെ ഈ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ഈ വ്യാപാരി വ്യവസായി സമൂഹം നടത്തുന്ന ഈ സമരത്തിന് എല്ലാവരുടെയും പിന്തുണയും ഈ സമരത്തോട് കക്ഷി രാഷ്ട്രീയമെന്നെ സംഘടനാ വ്യത്യാസമെന്നെ എല്ലാവരും പങ്കെടുക്കണമെന്നും ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം അഭ്യർത്ഥിക്കുകയാണ്.